പശ്ചാത്തല സംഗീതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എത്രയൊക്കെ വിവരിക്കാൻ ശ്രമിച്ചാലും വാക്കുകളിലും വരികളിലും ഒന്നും ഒതുക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയം എന്ന് പറയുന്നത്. പ്രസംഗങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും ഉപന്യാസങ്ങളിലൂടെയൊക്കെ കുറച്ച് പേരൊക്കെ അതിനെ വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എത്രത്തോളം വിവരിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ആഴമേറിയതാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത്. ആ ക്രൂശിൻ്റെ അനുഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടിൻ്റെ പശ്ചാത്തലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം എന്ന സ്ഥലത്ത് ഒരു മാതാവ് ഉറക്കത്തിൽ ക്രൂശിൽ കിടക്കുന്ന കർത്താവിന് സ്വപ്നം കാണുവാനിടയായി. 2 കള്ളന്മാരുടെ നടുവിൽ തേജസ്സോടെ വിളങ്ങുന്ന കർത്താവിനെ ഒരു വിഷ്വൽ കാണുന്നത് പോലെ ഇങ്ങനെ കണ്ടു. പിറ്റേ ദിവസം ഉറക്കം ഉണർന്നിട്ടും ആ രൂപം മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. അത്രത്തോളം ആഴമേറിയതായിരുന്നു ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. പ്രിയ മാതാവ് അത് വരികളാക്കി ഒരു കവിതയുടെ രൂപത്തിൽ എഴുതി. എന്നിട്ട് മ്യൂസിക് ഡയറക്ടറും മ്യൂസിഷ്യനും ഒക്കെ ആയിരുന്ന മകനെ ഇത് കാണിച്ചു. അദ്ദേഹം അത് അതിമനോഹരമായ ഒരു പാട്ടാക്കി മാറ്റി. ഇന്ന് വരെ ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിൻ്റെ ശൈലിയിൽ നിന്ന് മാറ്റി വേറൊരു ശൈലിയിൽ അത് ട്യൂൺ ചെയ്തപ്പോൾ ആ പാട്ട് തരംഗമായി മാറി. പ്രത്യേകിച്ച് യുവാക്കളുടെ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം സ്വദേശിയായ ശ്രീ പ്രസന്നകുമാരിയാണ് ഈ വരികൾ എഴുതിയത്. മകനും മ്യൂസിക് ഡയറക്ടറുമായ ശ്രീ റെജിമോനാണ് ഈ പാട്ട് അതിമനോഹരമായി സംഗീതം ചെയ്തിരിക്കുന്നത്. 2014 ഈ പാട്ട് എഴുതിയതെങ്കിലും 2016 പുറത്തിറക്കിയത്. എങ്കിലും ഇതിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴും അത് പണിപ്പുരയിൽ തന്നെയാണ്. ഗത്സമന മുതൽ ഗോൽഗോത്ത വരെ കർത്താവ് സഹിച്ച പീഡകളും വേദനകളും ഒക്കെ അതേ ഫീലോടുകൂടി നമുക്ക് പകർന്നു തരുന്ന ഒരു രീതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരീരം മുഴുവൻ മുറിവുകളോടെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ കിടക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിന് ഒരു മങ്ങലും ഉണ്ടായില്ല. തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. സ്വർഗമഹിമകളെയൊക്കെ വിട്ട് ഈ താണലോകത്ത് വന്ന് സാക്ഷാൽ ദൈവമായിരുന്നിട്ടും മനുഷ്യനായിട്ട് ജന്മമെടുത്ത് കഷ്ടങ്ങളൊക്കെ സഹിച്ച് പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവിനേക്കാൾ നമുക്ക് ആശ്രയം വെക്കാൻ യോഗ്യതയുള്ള ആരാണ് ഈ ഭൂമിയിൽ? ഏതാണ്ട് 11 വർഷത്തോളമായി പാട്ട് പുറത്തിറക്കിയിട്ട്. എങ്കിലും ഈ പാട്ട് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ്. അത്രത്തോളം നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന രീതിയിലാണ് ഈ പാട്ടിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 പ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കുരിശോളം കാണിച്ചു തന്ന ആ ദൈവസ്നേഹത്തെ ഓർക്കുവാൻ ഈ പാട്ട് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണും